Now we'll just listen to the word of God a little bit. അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. We'll read a verse from Matthew chapter 12. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. And read verse 43 and 44. 43-ഉം 44-ഉം വാക്യങ്ങൾ വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു. When the unclean spirit is gone out of a man, he walketh through dry places, seeking rest, and findeth none. Then he saith, I will return into the house from whence I came out. And when he is come, he findeth it empty, swept, and garnished. Now the topic of my sermon is My Egypt. ഈ ചെറിയ ദൂതിൻ്റെ സാരാംശം അല്ലെങ്കിൽ വിഷയം എൻ്റെ മിസ്രയീം. My Egypt. എൻ്റെ മിസ്രയീം. See, we all know that Egypt refers to our past sinful life. നമുക്കെല്ലാവർക്കും അറിയാം, മിസ്രയീം എന്നത് നമ്മുടെ പഴയ പാപവങ്കുലമായ ജീവിതത്തെ കുറിക്കുന്നു. We all liked some sins. നമുക്കെല്ലാവർക്കും ചില പാപങ്ങൾ ഇഷ്ടമാണ്. We all had a relationship with that Egypt. That is my Egypt. ആ മിസ്രയീമുമായിട്ട് നമുക്കെല്ലാവർക്കും അല്പം ബന്ധമുണ്ട്. അതാണ് എൻ്റെ മിസ്രയീം. For some it was film songs. ചിലർക്ക് അത് സിനിമാ ഗാനങ്ങളാണ്. For some it was movies. ചിലർക്ക് അത് സിനിമയാണ്. For some it was the internet. ചിലർക്ക് അത് ഇന്റർനെറ്റ് ആണ്. For some it was Instagram or YouTube. For some it is still that. ചിലർക്ക് അത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും അങ്ങനെയൊക്കെ ഉള്ളതാണ്. For some it is still that. It was, for many it was that. ചിലർക്ക് അത് പഴയ കാലത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. So that is your Egypt, those wrong bad things of the past. അതാകുന്നു നിങ്ങളുടെ മിസ്രയീം, നിങ്ങളുടെ തെറ്റായ പഴയ പാപ സ്വഭാവങ്ങൾ. What you must realize is behind those bad things are evil spirits that are feeding you with those bad things which you are enjoying. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഇതാകുന്നു, നിങ്ങളെ ആ തെറ്റായ പ്രവണതകളിലേക്ക്, ശീലങ്ങളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ ചില ദുഷ്ടശക്തികൾ നിങ്ങൾക്കത് ആഹാരമായി തരുന്നത് പോലെയാണ്. So by giving you those things to enjoy, നിങ്ങൾക്കിതൊക്കെ ആസ്വദിക്കാൻ തരുന്നതിലൂടെ those evil spirits are actually claiming a right over you. ആ ദുഷ്ടാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു സ്വന്തമായി അവകാശമായി അവർ ഏറ്റെടുക്കുകയാണ്. So there's a contract between you and your Egypt. നീയും നിന്റെ മിസ്രയീമും തമ്മിൽ ഒരു ഉടമ്പടി, ഒരു നിയമത്തിൽ എത്തുന്നു. Even after you come out of Egypt, it will claim you. എന്നാൽ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വെളിയിൽ വരുമ്പോഴും വന്നാലും കൂടെ അത് നിങ്ങളിൽ അവകാശവാദം ഉന്നയിക്കും. Till you reach Canaan, it will try to come after you and get you back. നിങ്ങൾ കനാനിൽ ചെല്ലുന്നത് വരെയും ഈ മിസ്രയീമിന്റെ ശക്തികളിൽ നിങ്ങളിൽ അവകാശവാദം ഉന്നയിക്കും. So there are spirits that are claiming you. ആകയാൽ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം സ്വതവേ ഏറ്റെടുത്ത് അവകാശം ഉന്നയിക്കുന്ന ചില ആത്മാക്കളുണ്ട്. Can you tell me in the scripture portion that we read just now, that clue is there? There are spirits that are claiming you. What word is that? Tell me. ഇപ്പോൾ നാം വായിച്ച തിരുവചന ഭാഗത്ത് നിങ്ങളെ അവകാശം ഉന്നയിക്കുന്ന ചില ആത്മാക്കളുണ്ട് എന്നുള്ളൊരു വചനഭാഗമുണ്ട്. അതൊന്ന് പറഞ്ഞാട്ടെ. 2 words. 2 വാക്കുകൾ. What word is that? അതേത് വാക്കാണ്? There are spirits that are claiming right over you, belong to me. നീ എനിക്കുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ദുഷ്ടാത്മാക്കൾ നിന്റെ പുറകെ അവകാശം വാദം ഉന്നയിക്കുന്നതിന് അതിനോടനുബന്ധിച്ചുള്ള 2 വാക്ക്. What is that? Anyone say loudly? If you say wrong also, I won't say, who wants to say wrong? Get out! I won't say that. You can sit and listen now. നിങ്ങൾ തെറ്റ് പറഞ്ഞാലും, ഇതാരാ തെറ്റ് പറഞ്ഞത് ഇറങ്ങി പോകുമെന്നൊന്നും ഞാൻ പറയത്തില്ല. തെറ്റ് പറഞ്ഞാലും പറഞ്ഞാട്ടെ, സാരമില്ല. Very simple answer. It's there in those 2 verses, 43 and 44. 43-ലും 44-ലും ആ വാക്കുണ്ട്. 2 words. Anyone? Very simple answer. You don't have to finish your +2 or finish your degree. ഇതിനു വേണ്ടി +2 ഡിഗ്രിയോ ബിരുദമോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. Simple answer. ലളിതമായ ഉത്തരം. Anyone? എൻ്റെ വീട്. Who said that? Oh, very good. എൻ്റെ വീട്. See, these are evil. There's one evil spirit looking at a man and telling that about that man, എൻ്റെ വീട്. ഇവിടെ ഒരു അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ നോക്കി പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക്.
So here, in the same way, there are evil spirits that are claiming right over each one of you, looking at each one of you and saying, you are mine, this is my house. ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി അശുദ്ധാത്മാവ് പറയും, നീ എൻ്റെ വീടാണ്. But by God's grace, you have come out of that spirit and you have come to Jesus. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ കൃപയാൽ നിങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ യേശുവിലേക്ക് വന്നിരിക്കുന്നു. But that spirit will chase you. എന്നാൽ വീണ്ടും ഈ ആത്മാവ് നിങ്ങളെ പിൻപറ്റും. It will try to bring you back to your old life. നിങ്ങളെ നിങ്ങളുടെ പഴയ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കും. I can give you many examples of people who had those struggles and that evil spirit took them back. എത്രയോ വ്യക്തി ജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഇങ്ങനെയുള്ള അശുദ്ധാത്മാക്കൾ തുടർന്ന് പോരാടി അവരുടെ ജീവിതത്തെ കൊണ്ടുപോയി. I know one brother. ഒരു സഹോദരനെ അറിയാം. Recently I heard about him. അടുത്ത സമയത്ത് തന്നെ പറ്റി കേട്ടു. Before he was saved, താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ he used to eat pig's blood. താൻ പന്നിയുടെ ചോര കുടിക്കുമായിരുന്നു. Now he got saved. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു. Became a child of God. ഒരു ദൈവപൈതലായി. Received the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. Suddenly one day he got a curiosity. പെട്ടെന്ന് ഒരു ദിവസം ഒരു ആകാംക്ഷ ഉണ്ടായി. Let me see somebody drinking pig's blood in YouTube. യൂട്യൂബില് ആരെങ്കിലും ഈ പന്നിച്ചോര കുടിക്കുന്നൊന്ന് കണ്ടാലോ? He saw that video. ആ വീഡിയോ കണ്ടു. From that day a spirit started troubling. Today he is backslidden. ആ ദിവസം തൊട്ട് ആ ദുരാത്മാവ് അശുദ്ധാത്മാവ് തന്റെ പുറകെ കൂടി ഇന്ന് താൻ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞു. So see how that he had something called My Egypt. One of that was eating pig's blood. അപ്പോൾ നോക്കുക, തനിക്ക് എൻ്റെ മിസ്രയീം എന്നൊന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ പന്നിയുടെ രക്തം കുടിക്കുന്നത്. And that evil spirit was claiming right over him. Just like he said My Egypt, that spirit is saying my so and so. താൻ പറഞ്ഞു എൻ്റെ മിസ്രയീം എന്ന് പറഞ്ഞതുപോലെ ഈ ദുരാത്മാവ് അശുദ്ധാത്മാവ് പറയുന്നു ഇവൻ എൻ്റെ വീട്. So our challenge is to fight with those spirits and detach ourselves and get as close to God as possible. നമ്മുടെ വെല്ലുവിളി എന്തെന്നാൽ ഇങ്ങനെയുള്ള ദുരാത്മാവിൽ നിന്ന് അശുദ്ധാത്മാവിൽ നിന്ന് നമ്മെ തന്നെ വേർപെടുത്തി ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നുള്ളതാകുന്നു. You look at Judas's life. യൂദാസിന്റെ ജീവിതം നോക്കിയാൽ Jesus chose Judas as his disciple. യേശു യൂദാസിനെ തന്റെ സ്വന്തം ശിഷ്യനായി സ്വീകരിച്ചു. Judas had a place in heaven. യൂദാസിന് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. But he lost that place. എന്നാൽ ആ സ്ഥലം അവന് നഷ്ടമായി. And he went, the Bible says he went to his place in hell. അപ്പോൾ വേദപുസ്തകം പറയുന്നു അവൻ പാതാളത്തിലേക്ക് തന്റെ സ്ഥാനത്തിന് വേണ്ടി ചെന്നു. Read Acts chapter 1. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. I think it's verse 21. 21-ാം വാക്യം. 24-ാം. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ. See, here we read Judas went to his place in hell. Not some place. There was a place for Judas in hell, his place. ഇവിടെ നോക്കുക, യൂദായ്ക്ക് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയെന്നല്ല, തൻ്റെ സ്ഥലത്തേക്കെന്ന് എഴുതിയിരിക്കുന്നു. So for each one of you there's a place in hell. ആകയാൽ നിങ്ങൾ ഓരോരുത്തർക്കും നരകത്തിൽ ഒരു സ്ഥലമുണ്ട്. Your My Egypt, those spirits that are trying to claim ownership over you have prepared a place for you in hell. നിങ്ങളുടെ എൻ്റെ മിസ്രയീം എന്നൊരു ഭാഗമുണ്ടല്ലോ, അതിൽ ഉള്ള ദുരാത്മാക്കൾ നിങ്ങളെ പിടിച്ച് ആ നരകത്തിലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. That My Egypt is your weakness. ആ എൻ്റെ മിസ്രയീം എന്നുള്ളതാണ് നിങ്ങളുടെ ബലഹീനത. Everywhere you'll be full of fire. എല്ലാ ഭാഗത്തും എല്ലാ വിധത്തിലും നിങ്ങൾ അഗ്നിയായിരിക്കാം. But when that My Egypt comes to you, you'll start shaking. എന്നാൽ എൻ്റെ മിസ്രയീം എന്നുള്ള ആ ഒരു ബലഹീനതയിലെത്തുമ്പോൾ വിറയ്ക്കുവാൻ തുടങ്ങുന്നു. Some years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് one sister came for the ministry. ഒരു സഹോദരി ശുശ്രൂഷയ്ക്കായി വന്നു. She fought with her parents and came for the ministry. മാതാപിതാക്കളോട് ബഹളം വെച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. Parents were not believers. മാതാപിതാക്കൾ നമ്മുടെ വിശ്വാസികളല്ല. They went to the police. അവർ പോലീസിലേക്ക് ചെന്നു. This girl said, I'm a major. I took my own decision. I married to Jesus. Jesus is my husband. And she came boldly.
അപ്പോൾ അവൾ സഹോദരി പ്രകാരം പറഞ്ഞു, എനിക്കിപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു, ഞാൻ യേശുവിനെ വിവാഹം ചെയ്തിരിക്കുന്നു, യേശു എൻ്റെ ഭർത്താവാണ്. ഞാനിപ്പോൾ എനിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നത് കൊണ്ട് ഇതെൻ്റെ തീരുമാനമാകുന്നു, ഞാൻ ഇതെടുക്കുന്നു, യേശുവിനെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. 5 years after she came to the ministry, ശുശ്രൂഷയ്ക്ക് വന്നിട്ട് 5 വർഷത്തിന് ശേഷം a phone call came to her faith home. തൻ്റെ വിശ്വാസ ഭവനത്തിലേക്ക് ഒരു ഫോൺ വന്നു. And it was the voice of a boy. അതൊരു ആൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. He said, I'm still waiting for you. ഞാൻ ഇപ്പോഴും നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. She had some relationship with some boy. അവൾക്ക് ഏതോ ഒരു ആൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. But God delivered her. എന്നാൽ ദൈവം അതിൽ നിന്ന് അവളെ വിടുവിച്ചതാണ്. That was her Egypt. അതായിരുന്നു അവളുടെ മിസ്രയീം. But that Egypt is chasing her now. പക്ഷേ ആ മിസ്രയീം അവളെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരുന്നു. From that day onwards, she started having a struggle in her mind. ആ ദിവസം തുടങ്ങി തന്റെ മനസ്സിൽ ഒരു പോരാട്ടം തുടങ്ങി. After a few months, she left the ministry. ചില മാസങ്ങൾക്ക് ശേഷം ശുശ്രൂഷ വിട്ടുപോയി. Now she is married to that boy. ഇപ്പോൾ അതേ ആൺകുട്ടിക്ക് വിവാഹം ചെയ്യപ്പെട്ടു. What a terrible end. എത്രയോ ഭയങ്കരമായ അന്ത്യമായി പോയി. I'm telling you these examples only to let you know that there are evil powers that are tempting you day and night, pulling you away from Jesus to your old life. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉദാഹരണമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തിനെന്നോ, അനേക ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ പുറകെ കൂടി ഏത് വിധേനയും നിങ്ങളെ തിരിച്ച് യേശുവിങ്കിൽ നിന്ന് തിരിച്ച് പിടിച്ചു വലിച്ച് അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. When I was a youngster like you, ഞാൻ നിങ്ങളെ പോലെ ഒരു യവനക്കാരനായിരുന്നപ്പോൾ I had so many struggles and lusts and carnal thoughts crowding my mind day and night. ദിനരാത്രങ്ങൾ എൻ്റെ ചിന്തകളിൽ എപ്പോഴും ജഡീകമായ മ്ലേച്ഛമായ പോരാട്ടങ്ങൾ, അശുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. Personal prayer, I would pray more than 1 hour every day. എല്ലാ ദിവസവും 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കും. To all the meetings. ആരാധനയ്ക്കെല്ലാം ഞാൻ പോകും. While a youth itself, I read the Bible about 10 times. ഞാൻ യൗവനക്കാരനായിരുന്നപ്പോൾ തന്നെ വേദപുസ്തകം 10 പ്രാവശ്യം വായിച്ചു. I used to praise God 1000 times every day. എല്ലാ ദിവസവും 1000 സ്തോത്രം ചെയ്തിട്ടുണ്ട്. 1000 times. 1000 പ്രാവശ്യം സ്തോത്രം ചെയ്തിട്ടുണ്ട്. So, but still those struggles used to continue. പക്ഷേ എന്നിട്ടും ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. So I used to wonder, why is this like this? അപ്പോൾ ഞാൻ ഇങ്ങനെ അതിശയപ്പെടുകയായിരുന്നു, എന്തുകൊണ്ട് ഇതെല്ലാം. Somehow I came to the ministry. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നു. We sold our house. ഞങ്ങളുടെ വീട് ഞങ്ങൾ വിറ്റു. It was bought by another believer. അതൊരു വേറൊരു വിശ്വാസി വാങ്ങിച്ചു. And after about 3-4 years in the ministry, ശുശ്രൂഷയിൽ 3-4 വർഷത്തിന് ശേഷം one young man came to me. ഒരു യവനക്കാരൻ എൻ്റെ അടുക്കലേക്ക് വന്നു. He said, brother, I am the watchman in your house now. സഹോദര, ഞാനാണിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വാച്ച്മാൻ. I want to tell you something. ചില കാര്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. That house was vacant at that time. He alone was looking after that house. ഇപ്പോൾ ആ വീട് കാലിയാണ്. At that time when he spoke to me. ഈ വാച്ച്മാൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വീട് കാലിയാണ്, കാവൽക്കാരൻ അത് നോക്കുന്നേ ഉള്ളൂ. In the night he used to go on his rounds. രാത്രിയിൽ താൻ ആ വീടിന് ചുറ്റി നടന്ന് നിരീക്ഷിക്കുമായിരുന്നു. At about 1:30 one night he went from the front door, locked it and then went to the back door from inside. ഒരു ദിവസം താൻ അതിന്റെ മുൻവശത്തെ വാതിൽ തുറന്ന് പിന്നീട് അടച്ചിട്ട് then went to the back door. അകത്തോട്ട് പുറകിലത്തെ ഡോറിലേക്ക് പോയി. And he opened the back door. പുറകിലത്തെ വാതിൽ തുറന്നപ്പോൾ there was a lawn at the back and a well. പുറകിൽ ഒരു പുൽത്തകിടി പോലെ അല്പം സ്ഥലമുണ്ട്, ഒരു കിണറുമുണ്ട്. He saw, it was 1:30 in the night, there was a woman sitting on the well. രാത്രി 1:30 ഒരു സ്ത്രീ കിണറ്റിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു. Her hair is loose. തന്റെ മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. She is looking in the opposite direction. താൻ എതിർദിശയിൽ നോക്കിയിരിക്കുന്നു. This man got so scared. ഈ മനുഷ്യൻ ആകെ ഭയപ്പെട്ടു പോയി. He went inside the house. വീട്ടിനകത്ത് പോയി. Took a huge stick. വലിയൊരു കമ്പെടുത്തു. And went behind, came out of the house again. വീണ്ടും വീടിന്റെ വെളിയിൽ വന്നു. Tiptoed towards the well. അതിലേക്ക് പതുക്കെ ചുവട് വെച്ച് നടന്നു. And then lifted up that stick to hit that woman. ആ സ്ത്രീയെ അടിക്കാൻ വേണ്ടി തന്റെ കയ്യിലിരുന്ന വലിയ കമ്പെടുത്ത് ഓങ്ങി. As he lifted the stick, കമ്പ് ഓങ്ങിയപ്പോൾ that woman said ha 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 and disappeared. ആ സ്ത്രീ ഹാ 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 എന്ന് ചിരിച്ച് അപ്രത്യക്ഷമായി. Only then I knew, oh, this is that spirit. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നുണ്ടായ പോരാട്ടം അല്ലെങ്കിൽ ആത്മാവിതാണ്. That is my Egypt spirit.
അതായിരുന്നു എൻ്റെ മിസ്രൈം ആത്മാവ്. Even these days, after coming to the ministry, ഈ ശുശ്രൂഷയിൽ കടന്നു വന്നതിന് ശേഷവും by God's grace in real life, I don't remember my house or anything. ദൈവത്തിന്റെ കരുണയാൽ കൃപയാൽ ഞാൻ എൻ്റെ വീടിനെ പറ്റി ചുറ്റുപാടുകളെ പറ്റി ഒന്നും ഓർക്കാറില്ല. But in my dreams, my house will come again and again. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങളിൽ ഇങ്ങനെ ആ വീട് വരും. Just 2 weeks back, I saw a dream. 2 ആഴ്ചയ്ക്ക് മുമ്പും സ്വപ്നം കണ്ടു. Every time it's a different dream. I saw a dream where I'm in my house. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്. A buffalo, an elephant are trying to attack me. ഒരു കാളയും ഒരു ആനയും എന്നെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. Every time I see a bad dream, the background is my house. ഏത് സമയത്ത് ഞാൻ ഒരു ദുസ്വപ്നം കണ്ടാലും അതിന്റെ പശ്ചാത്തലം എൻ്റെ വീട് തന്നെയാണ്. Another day I'm standing in my house in the compound. വേറൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ അതിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു. A snake is going on the road. ഒരു റോഡിൽ കൂടി ഒരു പാമ്പ് ഒഴഞ്ഞു പോകുന്നു. Suddenly it comes towards me. പെട്ടെന്ന് അത് എൻ്റെ അടുക്കിലേക്ക് വരുന്നു. So that is my struggle. അപ്പോൾ അത് എൻ്റെ ഒരു പോരാട്ടം. So like that, each one of you will have different struggles. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നമുക്കേവർക്കും അവരവരുടേതായ പോരാട്ടങ്ങളുണ്ട്. So your challenge is to cleave to Jesus and cling to Jesus as much as possible and overcome these spirits. ആകയാൽ നിങ്ങളുടെ വെല്ലുവിളി എന്തെന്നാൽ യേശുവിനെ ഏത് വിധേനയും പറ്റിപ്പിടിച്ച് ഈ ദുഷ്ട പോരാട്ടങ്ങളിൽ നിന്ന് അശുദ്ധാത്മാക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. After coming to the ministry, ശുശ്രൂഷയ്ക്ക് വന്ന ശേഷവും I have so many kinds of trials. എനിക്ക് പല വിധത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. People have said wrong things, bad things about me. അനേക ജനങ്ങൾ എന്നെ പറ്റി തെറ്റായ മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. I myself had made many mistakes in my life. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. But I can tell you, not even one day in my mind did I get a thought about leaving this ministry. എങ്കിലും ഒരു ദിവസം പോലും എൻ്റെ ചിന്തയിൽ ഈ ശുശ്രൂഷ വിട്ട് പോണമെന്ന് അല്പം പോലും എനിക്ക് തോന്നിയിട്ടില്ല. Why am I saying this? എന്തുകൊണ്ട് ഇത് പറയുന്നു? Although this My Egypt is a group of big powerful spirits trying to get me back to Egypt, I know my Jesus, my Savior, is much more powerful than those spirits. എന്നെ പുറകോട്ട് പഴയതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മിസ്രയീം എന്നത് വലിയൊരു കൂട്ടം ദുരാത്മാക്കളുടെ അശുദ്ധാത്മാക്കളുടെ ഒരു കൂട്ടമാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ യേശുവിൻ്റെ ശക്തി അതിനെല്ലാറ്റിനേക്കാളും വലിയതാകുന്നു. So you will have these spirits coming after you, trying to tempt you again to that old world. ആകയാൽ നിങ്ങളുടെ പഴയ ലോകത്തിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പിന്നാലെ നിശ്ചയമായും ആ ദുരാത്മാക്കൾ ഉണ്ട്. If you overcome at the practical level, നിങ്ങൾ ആ പ്രായോഗിക തലത്തിൽ അതിനെ നിങ്ങൾ കീഴടക്കിയാൽ ജയിച്ചാൽ, that is, you have gone into backsliding and you are going after those old things again, but now for 3-4 days you are delivered. ഒരു നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്ക് ചെന്ന് അതിന് വീണ്ടും പിന്മാറ്റത്തിൽ പോയി കീഴടങ്ങിയിരുന്നാൽ 3-4 ദിവസത്തേക്ക് Now you have been backsliding, but now for 3 or 4 days you are delivered. Now you are not doing those bad things. 3-4 ദിവസത്തേക്ക് നിങ്ങൾ ആ തെറ്റായ മോശമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം. What will happen? You will start getting bad dreams. ഉടനെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. Those spirits will start, because now you are coming out. Those spirits will try to entice you through dreams. നിങ്ങൾ വിട്ട കാര്യങ്ങളെ വീണ്ടും സ്വപ്നത്തിലൂടെ പിശാചി നിങ്ങളെ കാണിക്കും. So take life very seriously. Don't fall into those old temptations. അതുകൊണ്ട് ജീവിതത്തെ വളരെ ഗൗരവമായി നിങ്ങൾ കാണണമേ. ഒരു കാരണവശാലും പഴയ പരിശോധനകളിൽ ചതിക്കുഴികളിൽ വീഴരുത്. One day I was listening to a seminar on the evils of rock music. ഒരു ദിവസം റോക്ക് മ്യൂസിക്കിന്റെ ദൂഷ്യഫലങ്ങളെ പറ്റി ഒരു സെമിനാർ എടുക്കുകയായിരുന്നു. I was listening to ഞാൻ കേൾക്കുകയായിരുന്നു. And the man who was teaching was himself a rock musician who was saved. ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു റോക്ക് മ്യൂസിക് നടത്തുന്നതാകുന്നു, താൻ രക്ഷിക്കപ്പെട്ടതാണ്. So he was playing audio clips of certain rock songs and explaining the evil in that. ചില റോക്ക് മ്യൂസിക്കുകളുടെ ഗാനശകലങ്ങൾ താൻ ഇങ്ങനെ ഇട്ട് കേൾപ്പിച്ച് ഈ റോക്ക് മ്യൂസിക് കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ പറ്റി താൻ വിവരിക്കുകയായിരുന്നു. At that time one servant of God was passing by. ആ സമയത്തായിരുന്നു ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ അതുവഴി പോയത്. That servant of God was a slave to rock music before he was saved. ആ കർത്തൃ ശുശ്രൂഷകൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ റോക്ക് മ്യൂസിക്കിന് അടിമയായിരുന്നു. So when I was listening to that song, ആ പാട്ടിന് സംഗീതത്തിന് ശ്രദ്ധിച്ചപ്പോൾ, and that brother passed by, ആ സഹോദരൻ നടന്നു വന്നു. he came inside. താൻ അകത്തോട്ട് വന്നു. Brother, play that again. സഹോദര, ഒന്നുകൂടെ അതൊന്ന് കേൾപ്പിക്കാമോ? No playing that again, you go, I said. ഇനിയും കേൾപ്പിക്കുകയില്ല, നീ പോയാട്ടെ. Because see how Egypt is pulling him again. He left everything and came. Now when he heard that, he's coming and play that again.
എല്ലാം വിട്ടിട്ട് വന്നതാണ്. പക്ഷെ പിന്നെയും ഇത് കേട്ടപ്പോൾ പിന്നെയും ആ പഴയ മിസ്രയീം പോരാടുന്നു. ഇതൊന്നുകൂടെ കേൾപ്പിക്കാമോ? So that's how the devil will try to tempt us in various ways. ആകയാൽ ഈ വിധത്തിലാണ് പല തരത്തിലും പിശാച് നമ്മോട് പോരാടുവാൻ ആഗ്രഹിക്കുന്നത്. Your old friends whom you left, suddenly you'll meet them on the road and, hey, give me your number, we'll keep in touch. നിങ്ങളുടെ പഴയ സ്നേഹിതന്മാർ, കൂട്ടുകാർ, എന്നോ അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമെല്ലാം ഉപേക്ഷിച്ചതാണ്. പെട്ടെന്ന് ഒരു ദിവസം റോഡിൽ കൂടി നടന്നു പോയപ്പോൾ കണ്ടു വന്ന് പറയും, അതെ, നിന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നാട്ടെ, നമുക്ക് വീണ്ടും സുഹൃത്ത് ബന്ധത്തിലായിരിക്കാം. You'll be so happy. Hey, how are you? So long and all. Be very careful, that Satan in disguise. ഉടനെ അത് നമുക്ക് വളരെ സന്തോഷമാവും. എത്ര നാളായി കണ്ടിട്ട് എന്നുള്ള പരിചയം പുതുക്കുകയും ചെയ്യും. എന്നാൽ അത് പിശാച് വഞ്ചിക്കുന്ന രൂപത്തിൽ വന്നതാകും. You are running a race towards a place called My Canaan. നിങ്ങൾ ഓടുന്ന ഓട്ടം എന്റെ കനാൻ എന്നുള്ള ഒരു ദേശത്തെ ലക്ഷ്യമാക്കിയാണ്. God has prepared a place for you in heaven. നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ദൈവം ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. It's a most beautiful place. അത് ഏറ്റവും മനോഹരമേറിയ ഒരു സ്ഥലമാണ്. Nobody can give you such a beautiful place. ആർക്കും നിങ്ങൾക്ക് അപ്രകാരം ഒരു സ്ഥലം നൽകുവാനേ കഴിയില്ല. Only for you. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. But the devil knows that. He has seen that beautiful place. എന്നാൽ പിശാചിന് അതറിയാം. അവൻ ആ മനോഹരമായ സ്ഥലം കാണുന്നു. He is very jealous of you. അവൻ നിന്നെ പറ്റി വളരെ അസൂയാലുവാണ്. So see, supposing brother Shaino is very powerful, much more powerful than me. ഇപ്പോൾ ബ്രദർ ഷൈനു എന്നേക്കാൾ അധികം ശക്തിയേറിയതായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. He is a karate black belt. താൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരിക്കും. I am a diabetes patient. ഞാനൊരു പ്രമേഹ രോഗിയുമായിരിക്കും. We are both enemies now. ഞങ്ങളിപ്പോൾ ശത്രുക്കളാകുന്നു. If I go to fight with him and make me fall down, that's all. ഞാൻ അങ്ങനെ യുദ്ധം ചെയ്യുവാൻ പോയാൽ താനൊന്ന് ഊതിയാൽ ഞാൻ വീണുപോകും. But how can I take revenge on him? എങ്ങനെ തന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയും? He has a very close friend who's a small boy. തനിക്ക് ഒരു ചെറിയ ആൺകുട്ടിയുമായി വളരെ സുഹൃത്ത് ബന്ധമുണ്ട്. I kidnapped that boy and put a gun on his head now. ഇപ്പോൾ ആ ആൺകുട്ടിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ തലയിൽ ഒരു തോക്ക് ചൂണ്ടുന്നു. Now he will become very weak now. ഇപ്പോൾ ഇവൻ വളരെ ബലഹീനനായിരിക്കുന്നു. Now by pointing this gun on this boy's head, I can threaten Shainu. ഇപ്പോൾ ഈ ആൺകുട്ടിയുടെ മേൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഷൈനുവിനെ എനിക്ക് വെല്ലുവിളിക്കാം. This is what the devil does. ഇതാണ് പിശാചൻ ചെയ്യുന്നത്. He can't fight against God. God is too strong. ദൈവം വളരെ ശക്തിയേറിയവനാകുന്നു. നേരിട്ട് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പിശാചിന് സാധ്യമല്ല. But God has a small child whom he loves very much. എന്നാൽ ദൈവം അധികമായി സ്നേഹിക്കുന്ന ഒരു കൊച്ചു പൈതലുണ്ട്. Can anyone say who's that small child? ആരാണ് ചെറിയ പൈതൽ ശിശു? Very good. Me, we are that small child. നാം തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ ആകുന്നു. So by God, the devil takes revenge over God by enticing you, deceiving you and pulling you back into Egypt. ആകയാൽ പിശാച് ദൈവത്തോട് പ്രതികാരം ചെയ്യുന്നത് നിങ്ങളെ വലിച്ച് വശീകരിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ്. So now we are going to close our eyes and cleave to Jesus and get strength from him to survive in this battle. ആകയാൽ ഈ പോരാട്ടത്തിൽ നിലനിന്ന് ജയിക്കേണ്ടതിനു വേണ്ടി നാം ഇപ്പോൾ കണ്ണുകൾ അടച്ച് അല്പസമയം യേശുവിനോട് പറ്റിച്ചേരുവാൻ പോകുന്നു. One day I saw a screen saver in a computer. ഒരു ദിവസം ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു സ്ക്രീൻ സേവർ കണ്ടു. The first picture, ആദ്യത്തെ പടം, there was a wolf. From the air it is coming charging towards a rabbit that is sitting on the ground. വായുവിൽ നിന്ന് ഒരു ചെന്നായി പറന്നു വരുന്നു. താഴെ ഒരു മുയൽ ഇരിക്കുന്നു, അതിനെ നോക്കി വരുന്നു. All its paws extended, its teeth shown, it's ferociously descending on that rabbit. തന്റെ നഖങ്ങൾ, തന്റെ വായിൽ നിന്നുള്ള തന്റെ കൂർത്ത പല്ലുകൾ വളരെ രൗദ്രഭാവത്തോടുകൂടി ഈ ചെന്നായി ഈ മുയലിന് നേരെ പറന്നെടുക്കുകയാണ്. And that rabbit is so frightened and sitting like this. പിന്നെ ഈ മുയൽ വളരെ ബലഹീനപ്പെട്ട് പേടിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. The second picture, രണ്ടാമത്തെ പടം, the rabbit is still there. മുയൽ അവിടെ തന്നെയുണ്ട്. And there are some bones in front of the rabbit. മുയലിന്റെ ചുറ്റും ചില എല്ലുകളുണ്ട്. Wolf is missing. ഇവിടെ ചെന്നായെ കാണാനില്ല. And the title of that screen saver, ആ സ്ക്രീൻ സേവറിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: Expect the unexpected. That's the title. അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക. What happened? എന്ത് സംഭവിച്ചു? What did you expect? എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? The rabbit will be missing and the wolf will be there. That's what you expected. നാം എല്ലാം ആദ്യത്തെ പടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് മുയൽ അപ്രത്യക്ഷമായി പോയി ചെന്നായി അവിടെ സുഖമായി ഇരിക്കുമെന്നാണ്. The second picture says the rabbit ate the wolf.
എന്നാൽ രണ്ടാമത്തെ പടം നമ്മോട് പറയുന്നത് മുയൽ ചെന്നായെ ഭക്ഷിച്ചു. That's the unexpected. അതാണ് അപ്രതീക്ഷിതമായത്. We are the rabbit. നാമാണ് മുയൽ. That devil that says, looks at you and says, my house, that is the wolf. എൻ്റെ വീട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പിശാചാണ് ഈ ചെന്നായി. But today Jesus is going to do the unexpected. എന്നാൽ ഇന്ന് യേശു അപ്രതീക്ഷിതമായി ചിലത് ചെയ്യുന്നു. We will close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. For 2 minutes we are all going to lift up our voice and cry to our Savior Jesus. 2 മിനിറ്റ് നാം എല്ലാവരും നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ രക്ഷകനായ യേശുവിനെ നോക്കി നിലവിളിപ്പാൻ പോകുന്നു. If possible, for a few minutes stand on your knees. Till your knees ache, stand on your knees. 2 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഴങ്കാൽ അല്പം ഒന്ന് വേദനിക്കുന്നത് വരെയെങ്കിലും ഒന്ന് നിങ്ങൾ മുട്ടുമേൽ നിൽക്കുക. We are going to cry out to Jesus. നാം യേശുവിനോട് കരഞ്ഞ് നിലവിളിപ്പാൻ പോകുന്നു. Listen, that spirit that is looking at you and saying, my house is chasing you, it's chasing me, it's chasing every servant of God, it's chasing your parents also. നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ വീട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഈ ദുരാത്മാവ്, അശുദ്ധാത്മാവ് ഓരോരുത്തരെയും, ശുശ്രൂഷകരായ ഞങ്ങളെയും വിശ്വാസികളെയും നിങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവർ പോരാടുന്നതാണ്. So not only you, we are also going to cry out to Jesus. ആകയാൽ നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഇപ്പോൾ ചേർന്ന് നിലവിളിപ്പാൻ പോകുന്നു. We are also weak people like you. ഞങ്ങളും നിങ്ങളെ പോലെ ബലഹീനരായ മനുഷ്യരാകുന്നു. Our strength is Jesus. നമ്മുടെ ബലം യേശു ആകുന്നു. So we are going to cry out to our Savior Jesus. ആകയാൽ നാം ഇപ്പോൾ നമ്മുടെ യേശുവിനോട്, നമ്മുടെ രക്ഷകനോട് കരഞ്ഞു നിലവിളിപ്പാൻ പോകുന്നു. How many of you will admit, yes, I also have many struggles like that? എത്ര പേർക്ക് സമ്മതിപ്പാൻ കഴിയും, എനിക്കും ഇങ്ങനെയുള്ള അനേക പോരാട്ടങ്ങളുണ്ട്. The devil is tempting me and I'm easily falling. പിശാച് വളരെ ലഘുവായി എന്നെ പരിശോധിക്കുന്നു, പല കണികൾ ഒരുക്കുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ വീണു പോകുന്നു. Easily falling. ഞാൻ ലഘുവായി തന്നെ വീണു I പോകുന്നു. have so many secret sins in my life. എൻ്റെ ജീവിതത്തിൽ അനേക രഹസ്യ പാപങ്ങളുണ്ട്. I want deliverance. എനിക്ക് ഏത് വിധേനയും വിടുതൽ I ആവശ്യമാണ്. don't want that my Egypt to overcome me. എൻ്റെ മിസ്രയീം എന്നത് എന്നെ ജയിപ്പാൻ ഞാൻ അല്പം പോലും ആഗ്രഹിക്കുന്നില്ല. Those who have these struggles, put up your hands. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളുള്ളവർ മാത്രം ദയവായി ഒന്ന് കര ഉയർത്തിയാട്ടെ. Don't look at others. You close your eyes and lift up your hands. നിങ്ങൾ കണ്ണുകൾ അടച്ച് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് സത്യമാണെങ്കിൽ കരമുയർത്തുക. Those of you are lifting up your hands now. ഇപ്പോൾ കരമുയർത്തുന്ന നിങ്ങൾ ഓരോരുത്തരും You pray loudly. ഇപ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. Like those blind men who shouted at Jesus, Jesus, have mercy on me. You cry out to Jesus. കുരുടന്മാർ യേശുവിനെ നോക്കി നിലവിളിച്ചതുപോലെ, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ. Let others be silent. You shout. മറ്റുള്ളവർ നിശബ്ദമായി ഇരുന്നു കൊള്ളട്ടെ, നീ നിലവിളിക്കുക. This is not the time to be shy and keep silent. ഇതിപ്പോൾ ലജ്ജയോടെ നിശബ്ദമായിരിക്കേണ്ട സമയമല്ലെന്ന് ഓർക്കുക. Your Savior, your best friend, your bridegroom Jesus is in our midst. നിന്റെ രക്ഷകൻ, നിന്റെ പ്രിയ സ്നേഹിതൻ, നിന്റെ മണവാളൻ, അവനത്രേ നിന്റെ അടുക്കൽ നിൽക്കുന്നത്. Very good, young brother, young sister, you are praying well. Shout and pray. അതെ, നല്ല യൗവനക്കാരി, വളരെ നല്ല കാര്യം. നീ ഇത്രയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചല്ലോ. Let your Egypt be put to shame today. ഇന്ന് നിന്റെ മിസ്രയീം ലജ്ജിതമായി തീരട്ടെ. Let your Savior embrace you today. ഇന്ന് നിന്റെ രക്ഷകൻ നിന്നെ വാരി പുണരട്ടെ. 2 minutes, cry out to Jesus. 2 മിനിറ്റ് നിന്റെ രക്ഷകനോട്, യേശുവിനോട് നിലവിളിച്ചാട്ടെ. Jesus, yes, save us, oh God, save us, oh God, save us, oh Lord. സ്ഫടികതുല്യമാം തങ്കനിർമ്മിതമാം നഗരി, കുഞ്ഞാട്ടിൻ കാന്തയായി വിണ്ണിൽ വിളങ്ങിടും പുരത്തിൽ. സ്ഫടികതുല്യമാം തങ്കനിർമ്മിതമാം നഗരി, കുഞ്ഞാട്ടിൻ കാന്തയായി വിണ്ണിൽ വിളങ്ങിടും പുരത്തിൽ. ചെന്നു ചേർന്നിടുവാൻ ഉള്ളം വാഞ്ചിച്ചു മോഹിക്കുന്നേ. എന്റെ ആത്മാവു
Thank you.